ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഷോൾ കോളറൊക്കെ കൊടുത്ത് എ ലൈൻ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ലീവിൽ എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ്. ഇത് വന്നിട്ടുള്ളത് നൈറ്റി മെറ്റീരിയൽ ആണ്, 290ന്റെ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നമ്മുടെ ചാനൽ 5K ആയിട്ടാകുമ്പോൾ ഞാനൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ റെഗുലർ വ്യൂവേഴ്സിനാണ് ഞാൻ ഗിവ് അവേ ചെയ്യാൻ പോകുന്നത്. എന്തായാലും അതൊരു ഡ്രസ്സായിരിക്കും. മോഡൽ നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം. മെറ്റീരിയലും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ ചെയ്തു തരും. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ എല്ലാവരും കമന്റ് ഇട്ട് തുടങ്ങുക. അപ്പൊ നമുക്കിപ്പോൾ വേഗം ഈ ഒരു കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിലേക്ക് പോയാലോ? അയ്യോ, അപ്പൊ നമുക്ക് തുണി ഒന്ന് ഫുള്ളായിട്ട് നിവർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് വയസ്സിൽ ഇതൊന്ന് മടക്കി കൊടുക്കാം. ഇവിടെ എനിക്ക് ഫുൾ ലെങ്ത് വേണ്ടുന്നത് 45 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമുക്കൊരു 2 ഇഞ്ച് എക്സ്ട്രാ വെച്ച് കൊടുക്കാം. ഞാൻ എപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കലുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തയ്യൽ തുമ്പ് വേറെ തന്നെ കൂട്ടും. അപ്പം നമുക്ക് 45 2 47, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് എന്നുള്ള നിലക്ക് ഇട്ട് കൊടുത്ത് 48 ഇഞ്ചിൽ നമുക്ക് ഇതൊന്ന് ആദ്യം അളന്നെടുക്കാം. ഇതിപ്പം 2 ഫോൾഡായിട്ടേ മടക്കിയിട്ടുള്ളൂ. 48 ഇഞ്ച് 48 ഞാൻ എക്സ്ട്രാ എടുക്കുന്നതാണ്, അഥവാ വല്ല ഏറ്റക്കുറച്ചിലും വന്നാലോ എന്ന് വിചാരിച്ചിട്ടേ. 48 ഇഞ്ചിൽ നമ്മളിതാ പിടിച്ചിട്ടുണ്ട്. 48 ഇഞ്ച് പിടിച്ചിട്ടുണ്ട്. ബാക്കി ഇത്രയും പീസ് തുണി ബാക്കി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് സ്ലീവും കോളറും ഒക്കെ ചെയ്തെടുക്കേണ്ടത് എത്തോയ്യോ എന്ന് അറിഞ്ഞൂടാ. നീളത്തിനനുസരിച്ചിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന തുണി ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് ഈ ഒരു തുണി നമുക്ക് സെപ്പറേറ്റ് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ 2 പീസ് തുണിയായിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു പീസ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഈ ഓപ്പൺ വരുന്ന സൈഡ് നമ്മുടെ നേർക്ക് വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കാം. ഫ്രണ്ട് ഓപ്പൺ അല്ലേ കൊടുക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ നമ്മുടെ നേരെ വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് തയ്യൽ തുമ്പി ലാഭിക്കാൻ പറ്റും. കാരണം ഇവിടെ നമുക്ക് ക്ലോസ് ആയിട്ടില്ല വരിക. ഇനി നമുക്ക് ഇവിടുന്ന് 1.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഓപ്പൺ ആണ് വരുന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിപ്പം ഇവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് ഫസ്റ്റത്തെ ആ ഒരു മടക്ക് നമുക്ക് ആവശ്യം വരില്ല. അതുകൊണ്ടാണ് ഞാൻ 1.25 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 1.25 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈനും വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച ആ ലൈനിലേക്കാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പീസ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഫോൾഡ് വരുന്ന ഭാഗം തന്നെയാണ് ഈ ലൈനിന് കണക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പം വെച്ചതാണ് നമ്മുടെ ബാക്ക് പാർട്ടായിട്ട് വരിക. മറ്റേ ഓപ്പൺ വരുന്ന ആ ഒരു എക്സ്ട്രാ 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പീസ് ഫ്രണ്ട് പാർട്ടാണ്. അപ്പോൾ അത് ചുളിവുകളൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഫോൾഡ് വരുന്ന ആ ഒരു ഭാഗം തൊട്ടിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. 1.25 ഇഞ്ച് കൂട്ടുന്നില്ല. അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 7.5 ഇഞ്ചാണ്. ആം ഹോള് 7 ഇഞ്ച്. ഇനി നമുക്കിതൊരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കാം. ഈ ഒരു ലൈനിലേക്ക് ചെസ്റ്റ് റൗണ്ടിൻ്റെ നല്ലൊരു ഭാഗവും അതിൻ്റെ തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ മാർക്കിംഗ് എല്ലാം വരുന്നത് ആദ്യത്തെ ആ 1.25 ഇഞ്ച് കൂട്ടാതെയാണ്. അപ്പോൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ നല്ലൊരു ഭാഗം എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. ഇനി മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു 14 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. 9 ഇഞ്ചും അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി മുകളിൽ നിന്നൊന്നും കൂടി 19 ഇഞ്ചിൽ ഒരു മാർക്കിങ് കൊടുക്കാം. അവിടെ നമുക്ക് ഹിപ്പ് റൗണ്ടിൻ്റെ നല്ലൊരു ഭാഗം കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 11 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിൻ്റെ തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ താഴത്തേക്ക് ഫാബ്രിക് എത്ര വീതിയാണോ കിട്ടുന്നത് വെച്ചാൽ അതിലേക്ക് നമ്മളിങ്ങനെ ചെരിച്ച് വരച്ചു കൊടുക്കുക. എന്നിട്ട് താഴത്തു നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം തുണിയുടെ സെൻറ്ററിലേക്ക് അതും ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. നേരത്തെ ആം ഹോൾ കർവ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിപ്പോൾ വരച്ചു കൊടുക്കാം. ആം ഹോളിൻ്റെ ഹാഫ് ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്ത് വരുന്ന രീതിക്ക് ഇതുപോലെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ച് കുഴിച്ചും കൂടി ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം.
നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചും ബാക്ക് നെക്ക് ലെങ്ത്ത് 1/2 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ 1/2 ഇഞ്ച് കുഴിച്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് ഇപ്പം മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ബാക്ക് നെക്കിലൂടെ കട്ട് ചെയ്ത് തുടങ്ങാം. കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൻ്റെ ആ ഒരു ഭാഗം മാറ്റിയിട്ടാണ് ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഒരുമിച്ച് പിടിച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത ലൈനിലൂടെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ടിൻ്റെ ആ ഭാഗത്തേക്കും കൂടി നമ്മൾ ചെസ്റ്റ് റൗണ്ടും ഒക്കെ മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിങ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്ക് പാർട്ട് അങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് ആം ഹോളിൻ്റെ 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് ചെറിയൊരു നോട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും. എന്നിട്ട് ആ ഒരു ലൈൻ ഇപ്പുറത്തെ സൈഡിലേക്കും കൂടി ഞാൻ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തുണി ഇതുപോലെ നിവർത്തി കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പ്ലാക്കറ്റ്സ് ആദ്യം തയ്ച്ചെടുക്കാം. നമ്മൾ ഈ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നോർമലായിട്ട് ഷർട്ടിനും ബ്ലൗസിനൊക്കെ പ്ലാക്കറ്റ്സ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ലെഫ്റ്റ് ഭാഗത്തേക്കുള്ള ഈ ഒരു പീസ് ഇതുപോലെ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത ആ ലൈനിലേക്ക് നമ്മൾ ഈ ഒരു എൻഡ് വരുന്ന രീതിക്ക് ഇങ്ങനെ ഒറ്റ ഫോൾഡ് മാത്രം വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ആ ഒരു റൈറ്റ് സൈഡിലെ പീസ് ഇതിൻ്റെ മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. റൈറ്റ് സൈഡ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ എന്താ റൈറ്റ് സൈഡിൻ്റെ ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ ആ ഒരു ഇപ്പം കാണിച്ച മറ്റേ പീസ് കാണിച്ച ആ ലൈനില്ലേ, ആ ലൈൻ ഈ ഒരു ഫോൾഡ് വരുന്ന ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഇത് രണ്ടായിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ടാണുള്ളത്. ഇത് ഒറ്റ ഫോൾഡ് മാത്രം, ലെഫ്റ്റ് സൈഡിലേത് ഒറ്റ ഫോൾഡ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ 2 ഫോൾഡ് ചെയ്തിട്ടാണ് ഞാൻ റൈറ്റ് സൈഡ് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഒറ്റ ഫോൾഡ് മാത്രം, അത് മാത്രമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ റൈറ്റിലെയും ലെഫ്റ്റിലെയും പ്ലാക്കറ്റ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ലെഫ്റ്റ് സൈഡിൻ്റെ മുകളിലേക്ക് റൈറ്റ് സൈഡ് വരുന്ന രീതിക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് അല്ല കൊടുക്കുന്നത്. മുകളിലും നമ്മുടെ ആ ഒരു ഷോൾ കോളർ വരുന്ന ആ ഒരു മുകളിൽ ഒരു 2 ഇഞ്ച് താഴത്തേക്ക് ഓപ്പൺ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ താഴെ ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ 9 ഇഞ്ച് മുകളിലേക്ക് ഞാൻ ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ഭാഗം മാത്രമേ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇതാ ഞാൻ ഫുള്ളായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു 13 ഇഞ്ചിൽ ഒരു മാർക്കിങ് കൊടുക്കാം. അതേപോലെ തന്നെ താഴത്ത് നിന്ന് മുകളിലേക്ക് ഞാൻ 9 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു 2 പോയിന്റിന്റെ ഇടയിൽ വരുന്ന ഭാഗത്താണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു ബാക്ക് ഭാഗം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ നെക്ക് വിഡ്ത്തും ഷോൾഡർ ഡ്രോപ്പ് കൊടുത്തതും ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെക്ക് വിഡ്ത്തും നെക്കിൻ്റെ ലെങ്ത്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3 ഇഞ്ച് നെക്ക് വിഡ്ത്തും 11 ഇഞ്ച് നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു കർവ് പോലെയുള്ളൊരു വി ഷേപ്പായിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് 1 ഇഞ്ച് ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊരു പീസ് തുണിയിലേക്ക് അയൺ ചെയ്തെടുക്കാം. എനിക്കിവിടെ സെയിം ഫാബ്രിക് തികയാത്തത് കൊണ്ട് ഞാനൊരു വേറെ വൈറ്റ് ക്ലോത്തിലാണ് ഇപ്പം അയൺ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഒരു തുണീൻ്റെ അകത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു നമ്മൾ 1 ഇഞ്ച് ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് തുണിയുടെ നല്ല വശത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഉള്ളിലത്തെ നെക്കിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് ആദ്യം എടുക്കാം. എൻ്റെ ഒരു മണ്ടത്തരത്തിന് ഞാനിപ്പോൾ അതൊന്ന് സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം സെൻറ്റർ ഓപ്പണിംഗ് അല്ലേ വെച്ചതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സെൻറ്റർ ഓപ്പണിംഗ് കൊടുക്കുന്നില്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുന്നത് പോലെ ചെയ്തെടുത്താൽ മതി. അത് പിന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിപ്പോൾ കട്ട് ചെയ്ത് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് ഞാൻ ഫിനിഷ് ചെയ്തതെന്ന് കാണിച്ചു തരാം. നമ്മുടെ ആ ഒരു റൈറ്റ് സൈഡിൽ വരുന്ന ആ ഒരു ഭാഗത്ത് കയറ്റിയിട്ട് തന്നെ വെച്ച് കൊടുത്തു. പിന്നെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഭാഗത്ത്
നമ്മുടെ എക്സ്ട്രാ കുറച്ച് തുണി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സ്റ്റിച്ച് വരുന്ന ആ ഒരു ഭാഗത്താണ് ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നത്. സംഭവം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം ആ ഒരു സെപ്പറേഷൻ ചെയ്യാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ എൻ്റെ ഒരു ആവേശത്തിന് ഞാനത് വേഗം മുറിച്ചു പോയത് എൻ്റെ തെറ്റായിപ്പോയി. എന്തായാലും ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുത്തു അത്. ഇതുപോലെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉള്ളിൽ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ക്യാൻവാസ് ഉള്ളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു കട്ട് വന്ന ഭാഗമെല്ലാം ഫിനിഷ് ആയിട്ട് കിട്ടും. ഇതുപോലെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് താഴത്തേക്ക് നെക്ക് കഴിഞ്ഞിട്ടുള്ള താഴത്തേക്ക് ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അത് കൊടുക്കാത്തവരുടെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്, കട്ട് ചെയ്യാണ്ട് സ്റ്റിച്ച് ചെയ്താൽ മതിയെന്ന്. ഇപ്പം ഞാൻ എന്താ ഒരു നെക്ക് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളറിൻ്റെ ഇതൊന്ന് അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്കൊന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് തന്നെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് ടാപ്പ് കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഈ നെക്ക് റൗണ്ട് ഫുള്ളായിട്ടൊന്ന് അളന്നെടുക്കാം. എനിക്കിവിടെ 15.4 അതിൻ്റെ ഒരു പോയിൻ്റാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ എന്താ ബാക്കിൻ്റെ ആ ഒരു നെക്ക് കൂടി അളന്നെടുക്കുന്നുണ്ട്. ഇനി ഇത് അത്യാവശ്യം നീളത്തിലുള്ള ഒരു ക്യാൻവാസ് എടുത്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഓപ്പൺ വരുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് ഞാൻ ലെവലാക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ഒരു ലൈനിൽ നിന്ന് മുകളിലേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് അതും ഒരു ലൈനാക്കി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഈ ഒരു ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് നമ്മുടെ ആ ഒരു ബാക്ക് നെക്ക് വീതി ഞാൻ അളന്നെടുത്തിരുന്നില്ലേ, അത് കറക്റ്റ് ആക്കിയിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് തന്നെ താഴത്തേക്കും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊരു ലൈൻ ഇതുപോലെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് നേരെ അളന്നു കൊടുക്കാം. അത് നമ്മുടെ ആ ഒരു നെക്ക് റൗണ്ട് ഫുള്ള് നമ്മൾ മെഷർ ചെയ്തിരുന്നില്ലേ, ആ ഒരു നെക്ക് റൗണ്ടിൻ്റെ അതിന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പോയിന്റ്സ് ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. എന്നിട്ട് അത് ഒരു കർവ് ഷേപ്പ് പോലെ വരക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് കണ്ടതിന് ശേഷം അവിടുന്ന് മുകളിലേക്ക് 1/2 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവിടെ തൊട്ടിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കും. നമ്മൾ ആ നെക്ക് ഫ്രണ്ട് നെക്കിന് ഇതുപോലൊരു ഷേപ്പല്ലേ കൊടുത്തേ, കറക്റ്റ് വി അല്ലാണ്ട് ഒരു ചെരിഞ്ഞ് വരുന്ന യു പോലെ. എന്നിട്ട് ഇത് നമ്മൾ ഈ ഒരു ലൈനിലൂടെ ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് ടാപ്പ് ഒന്ന് ജസ്റ്റ് പിടിച്ച് നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു കോളർ മെഷർ ചെയ്ത അളവ് തന്നെ കിട്ടുന്നുണ്ടോ നോക്കുക. എനിക്കിപ്പോൾ ഇവിടെ ആ ഒരു അളവ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ ഇവിടെ നമ്മൾ ആ ഒരു അളവ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം എവിടെയാണോ ആ പോയിന്റ് വരുന്നതെന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ ആദ്യം ആ ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് മെഷർ ചെയ്ത് 1/2 ഇഞ്ച് കുറക്കേണ്ടതിന് പകരം ഞാനൊരു 3/4 ഇഞ്ചോളം കുറച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആദ്യം ആ ഒരു 15 ഇഞ്ച് അവിടെ കിട്ടാതിരുന്നത്. ഇപ്പം 1/2 ഇഞ്ച് മാത്രം കുറച്ചിട്ട് ബാക്കി അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ആദ്യം ചെയ്തതുപോലെ തന്നെ കർവ് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പം ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിരുന്നത് കുറച്ചൊന്ന് യൂസ്ഫുൾ ആയി തോന്നിയുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കണേ. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ മറന്നു പറയാൻ ഞാനും മറന്നു പോവേ. അപ്പം നമുക്കിത് ഈ ഒരു ലൈനിലൂടെ ഇനി ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ കോളർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഒരു ഫാബ്രിക്കിലേക്ക് അയൺ ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ അയൺ ചെയ്ത് എടുത്തിട്ട് നമ്മുടെ ആ ഒരു ആർച്ച് പോലെ വരുന്ന ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റിച്ചിലൊന്നും കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ടെടുക്കാം. ഇങ്ങനെ മറിച്ചിടുന്ന സമയത്ത് എഡ്ജസ് ഒക്കെ നല്ല നീറ്റായിട്ട് കിട്ടാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് മറിച്ചിടുന്നതിന് മുന്നേ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് നോട്ട്സിട്ട് കൊടുത്തതാണെന്നാണ് കണ്ടത്.
ഇനി ആ ക്യാൻവാസ് വെച്ചിട്ടുള്ള ആ ഒരു പീസ് തുണീൻ്റെ എക്സ്ട്രാ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് നമ്മൾ വിട്ട് കൊടുക്കണം. ആ വിട്ട് കൊടുത്ത ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചതിന് ശേഷം അതിൻ്റെ താഴത്തെ തുണിയിലേക്ക് ഇതുപോലെ ഒരു മാർക്കിങ് ചെയ്തെടുക്കാം. ഇത് പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ഈ കോളർ ചെയ്തെടുക്കാൻ നല്ല ഈസിയാണ്. നല്ല ഫിനിഷിങ് തന്നെ കിട്ടും. ഞാൻ വിചാരിച്ചത് ഇത് ഭയങ്കര പാടാണ് ചെയ്തെടുക്കാനാണ്, പക്ഷേ ഈസിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് വെക്കാത്ത ആ ഒരു ഭാഗം നമ്മുടെ ഈ ഒരു ബാക്ക് നെക്കിൻ്റെ അതിൻ്റെ സെൻറ്റർ ആദ്യം നമ്മൾ കാണും. എന്നിട്ട് അതിലേക്ക് ആ ഒരു നമ്മൾ ആദ്യം കോളർ ആ ഒരു ഇത് മറിച്ചിടുന്നതിന് മുന്നേ നമ്മൾ സെൻറ്റർ ഭാഗം കണ്ടിരുന്നില്ലേ, അതും ഈ ഒരു സെൻറ്ററുമായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിപ്പം മാർക്ക് ചെയ്ത ആ ലൈനിലൂടെ ഈ ഒരു ബാക്ക് നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൻ്റെ ആ ഒരു കറക്റ്റ് ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഒരു ഭാഗത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോയാൽ നമുക്ക് ഫിനിഷിങ് കിട്ടൂല. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വരുന്ന ഭാഗത്ത് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു എന്താ പറയുക, ക്യാൻവാസിൻ്റെ ആ ഒരു ഭാഗം വരുന്നില്ലേ ഇതിൻ്റെ, അവിടെയും നമ്മൾ ആ ഒരു കട്ട് ഇട്ട് കൊടുക്കണം. ഞാനത് ചെയ്ത് കൊടുത്തിട്ടില്ല. അതിപ്പം തന്നെ ഇട്ട് കൊടുത്താൽ നമുക്ക് മറിച്ചിട്ട് അടിച്ചിട്ടാകുമ്പം മറിച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കുമേ. ഇതിപ്പം ഞാനിങ്ങനെ ഇതുപോലെ ക്യാൻവാസ് ആ ഒരു പീസ് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇപ്പം സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈനിലേക്കാണ് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആ കട്ടിട്ട് കൊടുത്താൽ നമുക്കിങ്ങനെ കോളർ മറിഞ്ഞ് കിട്ടാൻ നല്ല എളുപ്പമായിരിക്കും. ഞാനത് ചെയ്യാണ്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്കിപ്പം കട്ട് ചെയ്യണമെങ്കിൽ ആ ഉള്ളിലേക്കാക്കിയ തുണി പുറത്തേക്ക് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥ വന്നിന്. അതുകൊണ്ടാണ് ആ ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കുന്നത് 2 പീസ് തുണിയിലേക്കും കൂടി ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ആ കട്ടിട്ട് കൊടുത്തതിന് ശേഷം നെക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് മുന്നിലേക്ക് വെച്ച് കൊടുക്കാം. മുന്നിൽ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തുകൊണ്ട് ഈ ഒരു പീസ് തുണിയുടെ മുകളിലേക്ക് കയറ്റി അങ്ങ് വെച്ച് കൊടുത്താൽ മതി. വീഡിയോ ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടാൽ തന്നെ ഈ സംഭവം മനസ്സിലാവും. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സ്ലോ ആക്കിയിട്ട് കണ്ടു നോക്കിയാൽ മതിയേ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് സ്റ്റിച്ചിങ് കാണിക്കാൻ പറ്റുന്നില്ല, കാരണം മോനുള്ളതുകൊണ്ട് അവൻ ട്രൈപോഡൊക്കെ വന്ന് വലിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മുടെ കോളർ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അയൺ ചെയ്ത് കൊടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഞാൻ ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തതുകൊണ്ട് അവിടെ ഞാനൊരു ബട്ടൺസ് കൊടുത്തിട്ട് അത് ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൂട്ടുക തന്നെ ചെയ്തത്. അവിടെ ആ ഒരു ഗ്യാപ്പ് ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമ്മുടെ സൂപ്പറായിട്ട് നമ്മുടെ കോളർ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവാണ് ചെയ്യാനുള്ളത്. സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല, നമുക്കതൊന്ന് കട്ട് ചെയ്യാം. ബാലൻസിൽ ഇത്ര പോലെ തുണിയേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു തുണി 4ആയിട്ട് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. നോർമൽ സ്ലീവിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവിൻ്റെ നടുക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് സ്ലീവിന് നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഒരു 5 ഇഞ്ചോ 6 ഇഞ്ചോ എക്സ്ട്രാ ലെങ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നോർമൽ സ്ലീവ് കട്ടിങ് അറിയാത്തവരാണെങ്കിൽ ഈ ഭാഗം കണ്ടാൽ മതി. അറിയുന്നവരാണെങ്കിൽ ഇതൊന്ന് സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. അപ്പം ഞാനിപ്പം സ്ലീവിൻ്റെ ലെങ്ത്ത് 15ആണ് എടുത്തിട്ടുള്ളത്. എനിക്കൊരു 11, 10 അങ്ങനെയൊക്കെ മതി. എൽബോ സ്ലീവ് ആയിട്ടാണ് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്ത ലൈനിന് താഴത്തേക്ക് 3.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അതും ഒരു ലൈനാക്കി വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു ബോഡി പാർട്ട് എടുത്തിട്ട് ഈ ഒരു ലൈനിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് ആ ഒരു 3.5 ഇഞ്ച് ലൈനിലേക്ക് നമ്മുടെ ആ ചെസ്റ്റ് റൗണ്ട് മാർക്കിങ് വരുന്ന ആ ഒരു ഭാഗം ആ ഒരു പോയിന്റ് കിട്ടുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ സ്ലീവ് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. താഴത്തേക്കുള്ള സ്ലീവ് റൗണ്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും അതിൻ്റെ തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് വെച്ച സ്ലീവിൻ്റെ താഴെ ഭാഗം ആദ്യം ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കാനുള്ളതാണ്.
ഞാനിവിടെ 9 ഇഞ്ച് ലെങ്തിലുള്ള എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കാണിക്കുന്നത് അര ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ്. നമുക്ക് 1/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് വേണ്ടുന്നത്. ഇനി നമ്മുടെ സ്ലീവിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് 1 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ മാർക്കിങ് തൊട്ടിട്ട് താഴത്തേക്ക് നമുക്ക് എലാസ്റ്റിക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദാ ഇതുപോലെ സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റേ ഭാഗവും ചെയ്തെടുക്കും. അപ്പോൾ ദാ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടിക്കൊടുക്കാൻ വിട്ടുപോയിന്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇതുപോലെ നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് കുഴിച്ച് വെട്ടിക്കൊടുക്കുന്നത്. ഇനി നമ്മൾ നോർമൽ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വീഡിയോക്ക് കുറേ ലെങ്ത് ആയതുകൊണ്ട് അതൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല. സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡും ജോയിൻ ചെയ്ത് താഴെ ഭാഗം കൂടി മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ദാ ഇതുപോലെയാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു നെക്ക് ഡീപ്പ് ആയതുകൊണ്ട് നമ്മളെ കസ്റ്റമർ ഇന്നർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഈ ഒരു മെറ്റീരിയലും ഈ ഒരു കോളറും മോഡലും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിന്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഇനി ഏതെങ്കിലും മോഡലൊക്കെ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് ചെയ്യാമെന്നേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.